ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് പരാശക്തി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ശിവകാർത്തികേയൻ, ശ്രീലീല, ജയൻ രവി. ശരിക്കും ഇപ്പോൾ അങ്ങനെ പേര് രവിമാനാണ്, പക്ഷെ എനിക്ക് ജയൻ രവി എന്ന് വിളിച്ച് അങ്ങനെ ആയിപ്പോയി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ട്രോൾ ചെയ്യാൻ വരല്ലേ. പിന്നെ അഥർവ, റാണ രഘുപതി, ദാലി ധനാഞ്ജയ, ബേസിൽ ജോസഫ്, ഗുരു സോമസുന്ദരം, കാലി വെങ്കട്ട്, പിന്നെ കുലൈപ്പള്ളി ലീല എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പറയാൻ പറഞ്ഞോട്ടെ, ഇതിൽ അനന്തമുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ദൊമ്മിന് മക്കളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മക്കളിലെ വില്ലന്, മറ്റേ ഇളയ വില്ലനില്ലേ അങ്ങേര്. ഇവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുധാ കോൺകരയാണ്. മീൻസ് സുററി പോട്ടർ, രത്യസുത്ര, പിന്നെ എന്തായിരുന്നു സർഫിര. പിന്നെ സർഫിര മീൻസ് സുററി പോട്ടറിൻ്റെ റീമേക്കാണ്. പിന്നെ സുത്രൻ്റെ റീമേക്കായിട്ടുള്ള ഗുരു. പിന്നെ ഒരു പടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പടം കറക്റ്റ്, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പിന്നെ പടത്തിന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആകാശ് ഭാസ്കരനാണ്, മീൻസ് ഡോൺ പിക്ചേഴ്സ്. ഇവർ തന്നെയാണ് മറ്റേ TBHK പ്രൊഡ്യൂസ് ചെയ്തവരാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്ത് പ്രകാശ് കുമാറാണ്. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് രവി കെ ചന്ദ്രൻ. എഡിറ്റഡ് ബൈ സതീഷ് സൂര്യ. കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ പൂർണിമ രാമസ്വാമി. ആൻഡ് സ്റ്റൺസ് ബൈ സുപ്രീം സുന്ദർ. ഇത്രയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. മീൻസ് ഈ സിനിമ മൂവീസ് നോക്കുമ്പോൾ പടം എങ്ങനെ ചോദിച്ചാൽ, പൊളിപ്പടം മോനെ. ആൻഡ് ഇറ്റ്സ് ഫയറിങ്. ഈ വർഷം ഞാനൊരു കാര്യം പറയാം. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് മീൻസ് ഇപ്പോൾ 12 ദിവസമായിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് പറയാം, എനിക്കും അറിയാം. അപ്പോൾ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ആദ്യമായിട്ട് കാണുന്ന സിനിമയാണ് ശരി രാജാസാബ്. സത്യം പറഞ്ഞാൽ ഈ ജനനായകനാണ് ഫസ്റ്റ് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ജനനായകൻ പോസ്റ്റ്പോണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ രാജാസാബ് കാണണം, ഈ സിനിമ കാണണമെന്നുള്ളൊരു ഡൗട്ടിലായിട്ടുണ്ടായിരുന്നു. ബട്ട് രാജാസാബിന് എൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ ഞാൻ അത് OTTയിൽ വരുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാമെന്നുള്ള ഇതിലോട്ടായി. അപ്പോഴാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു. ഗ്യാസിന് പോയിട്ടാണ് കണ്ടത് ഇന്നലെ 10 മണിക്ക് രാത്രി. ബട്ട് അത് കാരണം പക്ഷേ ഇന്നലെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല, സോറി. എത്തിയപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പടത്തിലെ ഹൈലി പോസിറ്റീവ്സ് ഫസ്റ്റ് പറയാം. ഫസ്റ്റ് സ്റ്റോറി, ഇതൊരു ട്രൂ ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. മീൻസ് 1965-64 സമയങ്ങളിൽ നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെന്താന്ന് ഞാൻ വല്ല എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കിപ്പോൾ തൽക്കാലത്തെ ആഗ്രഹമില്ല. വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ എടുക്കാം. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. സ്റ്റോറി വൈസ് അത്യാവശ്യം നൈസാണ്. പിന്നെ അതൊരു ഹൈലി പോസിറ്റീവായിരുന്നു. പിന്നെ ഡയറക്ഷൻ വാസ് ഹൈലി പോസിറ്റീവ്. പിന്നെ ശിവകാർത്തികേയൻ, അഥർവ, ജയൻ രവി അഥവാ രവിമോഹൻ, ജയൻ രവി എന്ന് വിളിച്ച് എനിക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത്. രവിമോഹൻ എനിക്ക് അങ്ങനെ രവിമോഹൻ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇതൊന്ന് മനസ്സിലാക്കണം. ആരെയും ട്രോളുകൊണ്ട് വരരുത് പ്ലീസ്. അപ്പോൾ ഇവർ 3 പേരും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് സിനിമയിൽ. അഥർവ ഒരു സെക്കൻഡ് ഹാഫ് പകുതിയാകുമ്പോൾ ആണ് മരിച്ചു പോയെങ്കിൽ പോലും ആ ഫിംഗറുടെ ക്യാരക്ടർ അങ്ങനെ കട്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ശിവകാർത്തികനാണെങ്കിലും ജയൻ രവി ആണെങ്കിലും പിന്നെ പറയാൻ ശ്രീലീല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ്സാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, അവരൊരു കംബാക്ക് എടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു കംബാക്ക് എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഇവരുടെ ഫസ്റ്റ് തമിഴ് പടമാണിത്. ഇനി ഫസ്റ്റ് ഹിന്ദി പടം ഈ വർഷമാണ് ഇറങ്ങുന്നത്, യഷ്കി 3.
അവിടെ കാർത്തികാര്യനാണ് അനിറ്റിയാണ് സിനിമയിലെ അത് നായകൻ. നല്ല പടമായാൽ മതിയായിരുന്നു. ആഷിഖ് സീരീസിൻ്റെ ആ ഒരു എന്താണ് എൻ്റെ പറയുക, ഒരു പ്രൗഡില്ലേ, അത് കളയിക്കാതിരുന്ന മതിയായിരുന്നു സിനിമ. എനിക്ക് എന്നെ കളയിക്കാതിരിക്കട്ടെ. എന്തായാലും പിന്നെ ബേസിൽ ജോസഫിൻ്റെ ബേസിൽ ജോസഫ്, റാണ തകുപതി, ദാലി ധനഞ്ജയ, ഇവരുടെയൊക്കെ ക്യാമിയോസ് എൻ്റെ പൊന്നോ, തിയേറ്ററിലൊന്നും റൊമാൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആ ഒരു ക്യാരക്ടർ സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമ കണ്ടിട്ട് എനിക്കൊരു ലാഗും ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്കൊരു ലാഗും ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു സുധാകരൻ കരിയൽ. മീൻസ് അവർ സുര റിപ്പോർട്ട്, ഞാൻ പറഞ്ഞല്ലോ സുര റിപ്പോർട്ട്, പിന്നെ എൻ്റെ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള സർഫിര, പിന്നെ രതിസൊത്ര മാധവൻ്റെ പടമാണ്. അത് മലയാളത്തിൽ ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇടയ്ക്കൊക്കെ കാണിക്കും. പിന്നെ എൻ്റെ തെലുങ്ക് റീമേക്കായിട്ടുള്ള ഗുരു, പിന്നെ ഈ സിനിമയും ഇതൊക്കെയാണ് അവർ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ളത് കൊണ്ട് എനിക്ക് മീൻസ് ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയ്ക്കായി ഞാൻ പറഞ്ഞില്ലേ ആദ്യം 5 പടത്തിൻ്റെ പേര് പറഞ്ഞില്ല. 5 പടവും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു ഹൈപ്പ് തോന്നിയത്. അല്ലാതെ ഒരു ഹൈപ്പ് തോന്നിയത് അല്ല, വേറൊരു കാരണം കൊണ്ട് അല്ല. പിന്നെ ശിവകാർത്തികനൊക്കെ ഇപ്പോൾ മറ്റേ കാട്ടിൽ മറ്റേ തുപ്പാക്കി കൊടുത്ത് ശിവ എന്ന് ഒരൊറ്റ ഡയലോഗും കൊണ്ട് അങ്ങേരെ ഡയലോഗ് അങ്ങേറെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഡയലോഗ് ഒരുപാട് സീൻസ് നമുക്ക് പറയാൻ തോന്നും. കാരണം മീൻസ് ഇപ്പോൾ അങ്ങനെ ചെയ്യണം. മീൻസ് മീൻസ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സീൻ അയാളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങേര് അങ്ങനത്തെ സിനിമകളെന്താ ചെയ്യണം. മീൻസ് മാസ് ഇല്ലെങ്കിൽ കണ്ടൻറ് ഓറിയൻറ്റഡ് മാസ് ഫിലിംസാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമരൻ അതൊരു ബയോപിക്കും കൂടിയാണ്, അത് വേറെ കാര്യം. അമരൻ എന്ന സിനിമ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ മദ്രാസി, അതൊരു കണ്ടൻറ് ഉണ്ട് എന്നാൽ ഒരു കുറച്ച് മസാല സംഭവം കൂടിയാണ് സിനിമ. ബട്ട് ഇപ്പം നല്ല പടത്തിനടുത്ത് ഫ്ലോപ്പാക്കിയിടുന്ന തമിഴന്മാരുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഈ സിനിമയ്ക്ക് സത്യമാണ്. ഞാൻ തെറിയും പറയും, സത്യമാണ്. കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ ഒരുപാട് സിനിമ ഇറങ്ങിയടേ, കുറച്ച് നല്ല സിനിമകളൊക്കെ ഇറക്കിയിട്ട് ഇത് ഫ്ലോപ്പായി. ഫ്ലോപ്പായി പണ്ടാറടങ്ങി നടക്കാമെന്ന് പറയൂലേ നമ്മൾ, അതെ മാതിരിയായിപ്പോയി. മീൻസ് ഇപ്പോൾ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വിക്രത്തിൻ്റെയാണ്. പിന്നെ പറഞ്ഞില്ല മദ്രാസി, അത് നല്ല പടമായിരുന്നു. പോസിറ്റീവ് റിവ്യൂ വരെ കിട്ടി ആ സിനിമയ്ക്കൊക്കെ. എന്നിട്ടും നിങ്ങളൊക്കെ ബോക്സ് ഓഫീസ് നിന്നൊക്കെ സത്യം പറഞ്ഞാൽ കത്തിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ വാർ 2 ഞാൻ പറഞ്ഞിരുന്നതാണ്, എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് തന്നെ മിക്സ്ഡ് റിവ്യൂസൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വിടുന്നത്. പിന്നെ കിങ്ഡം ജയിക്കേണ്ട ഒരു സിനിമയായിരുന്നു. ബട്ട് ഞങ്ങളത് പൊട്ടിച്ചോട്ട്, ആ തെലുങ്കന്മാർ പൊട്ടിച്ചോട്ടാന്ന് പറയാം സിനിമ. ബിക്കോസ് ദാറ്റ് മൂവീസ് എ തെലുങ്ക് ഫിലിം. അങ്ങനെ എത്ര പടങ്ങൾ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടേ. പറയാൻ മറന്നു, 2024 തങ്കല എന്ന സിനിമയും പൊട്ടിച്ചിട്ടില്ലടാ നിങ്ങളൊക്കെ. നിങ്ങൾ ഈ ബോക്സ് ഓഫീസ് എന്തായാലും ഇത്തവണ ആ ബോക്സ് ഓഫീസ് പറ്റിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പടത്തിൽ ഒരു ഹൈലി പോസിറ്റീവ് ഒരു ഹൈലി പോസിറ്റീവ് ഉണ്ട്, മ്യൂസിക് ആൻഡ് BGM. കസറിട്ട് പൊളിച്ച് കസറിയിട്ടുണ്ട് ജയപ്രകാശ്. മീൻസ് ഒട്ടുമിക്ക പാട്ടും ബീജോ അങ്ങനെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യം സൂപ്പർബായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹീസ് ഡൺ, ഐ മീൻ ദ വർക്ക് ഹീസ് ഡൺ ഇസ് സൂപ്പർബ്. സൂപ്പർബായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്, ഫയറിങ് ആയിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു സിനിമയിൽ ഒരു നെഗറ്റീവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ സ്റ്റാർട്ടിങ് തൊണ്ടിട്ടെന്ന് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ മൂഡിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ചിലവർക്ക് ഇത് ലോജിക്കും ഗ്രാവിറ്റിയും ഒക്കെ നോക്കണമാർക്ക് സിനിമ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെടും,
എന്നാൽ ഇതൊക്കെ നോക്കാതെ സെലിബ്രേഷൻ മൂഡിൽ കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ആൻഡ് ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് മൂവി ഫോർ ഓൾ ടൈപ്പ് ഓഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പറയാൻ മറന്നു കേട്ടോ ഇതിൻ്റെ പോസിറ്റീവ്സ്. ഇനി അതിൽ പോസിറ്റീവ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പോസിറ്റീവ്സിലോട്ട് കൊടുക്കുക. സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, പിന്നെ ആനന്ദേട്ടൻ്റെ മീൻസ് പറഞ്ഞില്ലായിരുന്നു മറ്റേ തൊമ്മനും മക്കളുള്ള രണ്ടാമത്തെ വില്ലൻ അങ്ങേരിയും. ബാക്കി എല്ലാം പോസിറ്റീവ്സാണ്. മീൻസ് മറ്റേ ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിച്ച ആരാ എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. അത് ആളുടെ പേര് ഞാൻ മറന്നുപോയി. അയാളായിട്ട് അല്ലെങ്കിലും അറിഞ്ഞോളൂ, അത് വേറെ കാര്യം. അവർ അത്യാവശ്യം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അതൊരു പോസിറ്റീവായിട്ട് തോന്നി. ബാക്കി എല്ലാവരും പോസിറ്റീവ്സ് തന്നെയാണ്. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ടാറ്റ ബൈ ബൈ ഡെൽറ്റ വെസ്കസ്.